പേരാമ്പ്രയിലേക്കൊന്ന് പോകുന്നു. പെട്ടെന്ന് അവിടെ വീണ്ടും സംഘർഷാവസ്ഥയുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. അവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കൂട്ടമായി എത്തിയിട്ടുണ്ട്. അവിടെ വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കുന്നു. പക്ഷെ അവിടെ മുദ്രാവാക്യം വിളികൾ കേൾക്കാം. നേരത്തെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കുന്ന സമയത്ത് പോലീസിനെതിരെ വലിയ മുദ്രാവാക്യം വിളികളും ചെറിയ സംഘർഷാവസ്ഥയും ഉണ്ടായിരുന്നു. ഇന്നലെ ഷാഫി പറമ്പിൽ MP ആക്രമിച്ച പോലീസുകാർ ഇന്നും അവിടെ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഇനിയും പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് KM അഭിജിത്തുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ പറയുന്നത് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഇപ്പോൾ എന്താണ് ഇത്തരത്തിൽ വീണ്ടും അവിടെ മുദ്രാവാക്യം വിളികൾ ഉയരാൻ കാരണം എന്ന് അറിയേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പരമാവധി അവിടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പ്രവർത്തകർ തന്നെ ഇടപെടുന്നത് നമുക്ക് കാണാം. എങ്കിലും ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ പൂർണ്ണമായും അയഞ്ഞിട്ടില്ല. അവിടെ പ്രവർത്തകർ വലിയ മുദ്രാവാക്യം വിളികളുമായി രംഗത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അതിന്റെ പശ്ചാത്തലത്തിൽ വേദിയിൽ അവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയിൽ എന്താണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്ന് അറിയേണ്ടതുണ്ട്. വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് അക്രമത്തിൽ എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ശബരിമലയിലെ സ്വർണ്ണപ്പാളി, സ്വർണ്ണമോഷണ വിവാദം, ഇതെല്ലാം തന്നെ പരമാവധി രാഷ്ട്രീയ ആയുധമാക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്. UDFും ഒറ്റക്കെട്ടായി തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ സമയത്താണ് ഇന്നലെ ഈ രീതിയിൽ പോലീസിന്റെ ലാത്തിച്ചാർജിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ ഷാഫി പറമ്പിലിന്റെ മൂക്കിന് 2 പൊട്ടലുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വന്നു. അതോടുകൂടി തന്നെ പ്രവർത്തകർ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വരികയും കൂടുതൽ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഒപ്പം പേരാമ്പ്രയിൽ നടന്ന യോഗത്തിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഈ മട്ടിലുള്ളൊരു സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയത് എന്ന കാര്യത്തിൽ നിലവിൽ ചില സൂചനകൾ മാത്രമാണ് ലഭിക്കുന്നത്. പോലീസുകാർ ഇന്നലെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന അതേ പോലീസുകാർ ഇന്നും ഇതേ സ്ഥലത്ത് ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവരെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ പ്രവർത്തകർ ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ പ്രകോപനം ഏതെങ്കിലും രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ ഇന്നലത്തേത് പോലെ ആയിരിക്കില്ല, കാര്യങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്നൊക്കെ നേതാക്കൾ ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ രീതിയിൽ പ്രവർത്തകർ എല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. ബസ്സുകൾ, ഒപ്പം തന്നെ മറ്റു വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള സൗകര്യം അവിടെ നേതാക്കൾ ഇടപെട്ട് നടത്തുന്നു നമുക്ക് കാണാൻ ദൃശ്യങ്ങൾ. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പെട്ടെന്നൊരു സംഘർഷാവസ്ഥ ഉണ്ടാകാൻ കാരണം എന്ന് വ്യക്തമായിട്ടില്ല. ഒരു കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, അതിന് പിന്നാലെ സംഘർഷം, പരസ്പരം പോരടിക്കുന്ന കാഴ്ച. അതിലിടപെടാനെത്തിയ ഷാഫി പറമ്പിൽ MP ഒപ്പം മറ്റു പ്രവർത്തകർ, അവർക്കെതിരെ ഇന്നലെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. അതിനെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഷഹദ് റഹ്മാൻ അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. അതിനു മുമ്പ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. യെസ്, പേരാമ്പ്രയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുന്നു. ഇപ്പോഴും ഷഹദ് റഹ്മാൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, ഈ യോഗത്തിന്റെ തുടക്കത്തിൽ നേരത്തെ KC വേണുഗോപാൽ സംസാരിക്കുന്ന സമയത്താണ് ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടായത്. അത് പിന്നീട് ശാന്തമായി പോയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് ഇങ്ങനെ വീണ്ടും അവിടെ മുദ്രാവാക്യം വിളികൾ ഉയരാനും ഇത്തരത്തിലൊരു ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടാകാനും കാരണം? നിലവിൽ ഇപ്പോൾ ഈ പരിപാടി അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പോലീസ് ഇവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പോലീസ് നേരത്തെ പരിപാടി നടന്ന പരിസര പ്രദേശങ്ങളിലും റോഡിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് ചില ഉദ്യോഗസ്ഥരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ മുദ്രാവാക്യവുമായിട്ട് ഈ പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ തന്നെയുണ്ട്. മുദ്രാവാക്യം വിളിച്ചാണ് അവർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അതായത് പോലീസിനെതിരെയാണ് പ്രധാനമായിട്ടും ഈ മുദ്രാവാക്യം ഉയരുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെ നിന്നും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതായത് UDFന്റെ പ്രവർത്തകർ ഒന്നാകെ നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധം വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ യോഗം അവസാനിച്ചിട്ടുണ്ട്. നേതാക്കൾ അവിടെ നിന്നും പിന്മാറി.
അവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നേരിയ സംഘർഷാവസ്ഥ മാത്രമാണ് പേരാമ്പ്രയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പ്രവർത്തകർ അവർ മുദ്രാവാക്യം വിളിച്ചതും പിന്നീട് അവിടുന്ന് പിരിഞ്ഞു പോകുന്നതുമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.